ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ മൂന്നാണികളിൽ പിടയുന്ന ദൈവപുത്രൻ പ്രപഞ്ചഗോളങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന ഒരു നിലവിളി, ഇന്നും മുഴങ്ങുന്ന ദുഃഖരാഗം. പിതാവേ, എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അധരത്തിൽ നിന്ന് ഇങ്ങനെയൊരു നിലവിളി ഉണ്ടായത്? എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നവരാണ്. എന്നാൽ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. മരണത്തിലൂടെ മാനവകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ദൈവപുത്രൻ എന്തുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചു? മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് തള്ളിപ്പറഞ്ഞതുകൊണ്ടോ? ചങ്കോട് ചേർത്ത് നിർത്തിയ യൂദാസ് ഒറ്റുകൊടുത്തതുകൊണ്ടോ? അത്ഭുതങ്ങൾ കണ്ട് ഓശാന വിളിച്ചവർ അവനെ കൊണ്ടുപോയി കല്ലെറിയൂ എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടോ? ആരും കൂട്ടിനില്ലാത്തതുകൊണ്ടോ, ആരും സഹായത്തിനില്ലാത്തതുകൊണ്ടോ, ഒറ്റപ്പെട്ടതുകൊണ്ടോ ആയിരുന്നില്ല ആ നിലവിളി. മറിച്ച് ആ നിമിഷം വരെ താൻ അനുഭവിച്ച പിതാവിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടുള്ള നിലവിളിയാണ്. പിതാവിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ നിന്നുള്ള നിലവിളിയാണ്. ആ ദൈവിക ചൂട് ഒരു നിമിഷത്തേക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടുള്ള നിലവിളിയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നിലവിളിക്കാൻ എനിക്കും നിനക്കും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. ആഴമായ ദൈവാനുഭവം ഇല്ലാത്തതുകൊണ്ടും യേശു എന്നെ രക്ഷിച്ചു എന്നുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവപുത്രൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം എന്നെ രക്ഷിക്കുന്നതാണോ? ദൈവപുത്രൻ മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. യേശുനാഥൻ അതെനിക്ക് മാറ്റിത്തന്നത് ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമിലൂടെയാണ്. ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. അതിൽ കടൽപ്പാലത്തിൽ ബ്രിഡ്ജ് ശരിയാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരിക്കൽ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചു മകൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഞാനും പപ്പായുടെ കൂടെ വരുന്നു. അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. ഒരു കൂവുവിളിയോടെ ട്രെയിൻ വരാൻ സമയമായി. ആ കടൽപ്പാലം ആ പിതാവ് യോജിപ്പിക്കുകയാണ്. അതാ ട്രെയിൻ വരുന്നു. ആ നിമിഷം അപ്പുറത്തെ സൈഡിൽ നിന്ന് തൻ്റെ പൊന്നോമന മകൻ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നു. ഈ പാലം നേരെ ആക്കിയില്ലെങ്കിൽ ആ ട്രെയിനിലുള്ള എല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചാവും. എന്ത് ചെയ്യണം? പാലം അടുപ്പിക്കണോ, പാലം വികസിപ്പിക്കണോ എന്നറിയാതെ അദ്ദേഹം ഇതികർത്തവ്യത മൂഢനായി നിന്നു. ഒരു നിമിഷം തൻ്റെ പൊന്നോമന മകൻ മരിച്ചു പോകും ഈ പാളം യോജിപ്പിച്ചാൽ. ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് ശേഷം അദ്ദേഹം ആ ട്രെയിൻ പാളം യോജിപ്പിക്കുകയാണ്. ഒരു കൂകുവിളിയോടുകൂടി ആ ട്രെയിൻ പാളം കടന്നുപോയി. അത് കയറി ഇറങ്ങുന്നത് ആ തൻ്റെ മകൻ്റെ നെഞ്ചിലൂടെയാണ്. ആ മകൻ മരിക്കുകയാണ്. ആ ട്രെയിനിൽ പാപികളും ബലഹീനരും കൊലപാതകികളും തന്നിഷ്ടക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. എങ്കിലും അവരെ എല്ലാവരെയും അദ്ദേഹം രക്ഷപ്പെടുത്തി തൻ്റെ ഏക മകനെ മരണത്തിന് വിട്ടുകൊടുത്തു. ഭൂമിയിലുള്ള ഒരു പിതാവിന് ഇപ്രകാരം തൻ്റെ മകൻ നഷ്ടപ്പെട്ടാലും അനേകരുടെ ജീവൻ രക്ഷിക്കണമെന്ന് തോന്നിയെങ്കിൽ സ്വർഗീയ പിതാവ്, നമ്മളെ സൃഷ്ടിച്ച ശക്തനായ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുകയല്ലേ? തീർച്ചയായും പിതാവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രിയപുത്രനെ കുരിശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവസാനം ആ പുത്രൻ
ഇപ്രകാരം പറഞ്ഞു: എല്ലാം ഞാൻ പൂർത്തിയാക്കി. എൻ്റെ ജീവിത ദൗത്യം ഞാനിതാ പൂർത്തിയാക്കി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നൽകിയ ആത്മാവിനെ വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് ഈ പെസഹ ആഘോഷിക്കുമ്പോഴും, ഈ കുരിശുമരണം അനുസ്മരിക്കുമ്പോഴും, ഉത്ഥാനം ആഘോഷിക്കുമ്പോഴും നമ്മുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട്. ഈ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് കുരിശിനെ നോക്കി എല്ലാ പാപ ചായ്ച്ചകളിലോടും വിട പറഞ്ഞുകൊണ്ട് രക്ഷ അനുഭവിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.